നമസ്കാരം. കൈപ്പകശ്ശേരി ഗോവിന്ദൻപുരി. അങ്ങനെ ഗുരുവായൂർ ഏകാദശി വരികയാണ്. ഗുരുവായൂർ ഏകാദശി എന്ന് പറഞ്ഞാൽ അറിയാലോ, സർവ പാപങ്ങളുടെയും അവസാനമാണ് ഗുരുവായൂർ ഏകാദശി. പണ്ട് പറയാറുണ്ട്, ഏകാദശി സുദിനത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ മേരുതുല്യമായ പാപങ്ങൾ പോലും നശിക്കുമെന്നാണ് സ്കന്ദപുരാണം പറയുന്നത്. അത്രയ്ക്ക് കേമെന്ന് പറഞ്ഞാൽ അതുപോലെ കേമാണ്. അത്ര ഗംഭീരമായ ഒരു വ്രതശുദ്ധിയാണ്, അല്ലെങ്കിൽ ഉപവാസമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഏകാദശി വ്രതം എന്ന് പറയുന്നത്. കാരണം കൃതയുഗത്തിൽ ദേവലോകം ആക്രമിച്ച് കൈയടക്കിയ മുരാസുരൻ എന്ന് പറഞ്ഞൊരു അസുരനുണ്ട്. അദ്ദേഹത്തെ കൈയടക്കാൻ വേണ്ടി മുരാസുരൻ യുദ്ധം ചെയ്യുകയാണ്. അപ്പം എന്തൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തെ മുരാസുരനെ തോൽപ്പിക്കാൻ പറ്റാതെ വന്നപ്പോൾ ദേവന്മാരെല്ലാം കൂടെ കൈലാസത്തിൽ ചെന്ന് മഹാദേവനോട് പറഞ്ഞു, മഹാദേവ, ഞങ്ങളെ കാക്കണം, മുരാസുരനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാതാരബന്ധങ്ങളിൽ പാലിച്ചപ്പോൾ മഹാദേവൻ പറയുകയാണ്, കൈലാസത്തിലെ മഹാദേവൻ പറയുകയാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനെ കാണൂ എന്ന് പറയുകയാണ്. ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദേഹത്ത് നിന്ന് വിവിധ ആയുധങ്ങൾ എന്തിയ ദിവ്യ തേജസ്വിയായ ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെടുകയും ആ പ്രത്യക്ഷപ്പെട്ട സ്ത്രീരൂപം മുരാസുരനെയും സംഘത്തെയും ഭസ്മീകരിച്ച് പൂർണ്ണമായി അവരെ ദേവന്മാരെ രക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കി. അപ്പോൾ ഏകാദശി എന്ന് പറയുന്ന ദിവസമാണ് ഈ നമ്മുടെ ദേവി പ്രത്യക്ഷപ്പെട്ടത് കൊണ്ട് ആ ഭഗവതിക്ക് ഏകാദശി ദേവി എന്ന് പറയുകയാണ്. അപ്പോൾ ഏകാദശി ദേവി ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ സന്തുഷ്ടനായ ഭഗവാൻ ചോദിച്ചു, അല്ലയോ ഭവതി, നിനക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, എല്ലാ പുണ്യദിനങ്ങളിലും വെച്ച് പുണ്യദിനമാക്കി അനുഗ്രഹിക്കണം ഈ ദിവസം. വ്രതമനുഷ്ഠിക്കുന്നവർക്ക് അശ്വമേധ ഫലവും വിഷ്ണുലോകവും പുൽകുമാറാകണം, പാപനാശനവും മഹാപുണ്യവും സിദ്ധിക്കപ്പെടണം. അങ്ങനെ അവൾ ആവശ്യപ്പെടുകയാണ്. അതായത് ഏകാദശി വ്രതത്തിൻ്റെ അന്ന് നമ്മൾ ഏകാദശി വ്രതം എടുത്തു കഴിഞ്ഞാൽ അശ്വമേധം നടത്തിയ ഫലം കിട്ടുക. അശ്വമേധം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ജയിക്കുന്ന ഫലമാണ്, അത് കിട്ടുക. അതുപോലെ തന്നെ വിഷ്ണുലോകം പൊലുക എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ സാക്ഷാൽ മോക്ഷത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുക. അതാണ് ഏറ്റവും പാപനാശനം. എല്ലാ പാപങ്ങളും നമ്മുടെ ഈ ജന്മത്തോ കഴിഞ്ഞ ജന്മത്തോ അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ പാപങ്ങളും നശിച്ച് മോക്ഷം കിട്ടുക. മഹാപുണ്യം എന്ന് പറഞ്ഞാൽ എല്ലാ പുണ്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മക്കളുടെ ഐശ്വര്യമാണ്, കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ്, നമ്മുടെ സാമ്പത്തിക ഐശ്വര്യമാണ്, നല്ല തൊഴിലാണ്, നല്ല ജീവിതമാണ്, നല്ല ചിന്തകളാണ്. ഇതെല്ലാം മഹാപുണ്യങ്ങളിൽ പെടും. അങ്ങനെ മഹാപുണ്യങ്ങളായി നിൽക്കുന്ന എല്ലാ അവസ്ഥകളും കിട്ടുക. അങ്ങനെ ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം തന്നെ, ഏകാദശി വ്രതം ഉണ്ടായത് തന്നെ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംവദിക്കുമ്പോൾ പറയാനുള്ളത്, ഏകാദശിയുടെ തലേ ദിവസവും വീടും പരിസരവും ഒക്കെ ശുദ്ധമാക്കി വൃത്തിയായി തലേ ദിവസം വൈകുന്നേരം ഒരിക്കലെടുക്കുക. വൈകുന്നേരം അരിയാഹാരം കഴിക്കാതിരിക്കുക. അരിയാഹാരം കഴിക്കാതെ ഒരിക്കലെടുത്ത് പിറ്റേ ദിവസം പൂർണ്ണ ഉപവാസമാണ് ശരിക്കും നിയമം. പൂർണ്ണ ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാതെ ഉള്ള ഉപവാസമാണ്. എന്നിട്ട് അത് ദ്വാദശിയുടെ അന്ന് രാവിലെ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയി പാരണ വീടിയിട്ടേ അവസാനിപ്പിക്കാവൂ, അങ്ങനെയാണ് പറയണേ. അപ്പോൾ ഏകാദശിയുടെ തലേ ദിവസം തൊട്ട് ഒരിക്കൽ തുടങ്ങുക. പിറ്റേ ദിവസം ഏകാദശിയുടെ അന്ന് രാവിലെ മഹാവിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ ശ്രീരാമൻ്റെയോ നരസിംഹത്തിൻ്റെയോ അങ്ങനെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുക. ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ തൊഴുത്, ആ ഗുരുവായൂർ തന്നെ പോകണ നിർബന്ധമില്ല, ഗുരുവായൂർക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ. ഭഗവാന്റെ തിരുമുമ്പിൽ അമ്പലത്തിൽ വെച്ച് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ നമുക്ക് പറ്റുന്ന സമയം അവിടെ ഇരുന്നു കൊണ്ട് നാരായണായ നമ ജപിക്കുക. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ, അങ്ങനെ നാരായണനാമം ജപിച്ച് ഭഗവാനെ തൃപ്തിപ്പെടുത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കാം, നാരായണീയം ജപിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജപിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്തി വല്ല പഴങ്ങളോ അങ്ങനെ ഗോതമ്പിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ച് വൈകുന്നേരങ്ങളും ഇത് തന്നെ നാമജപം കൊണ്ട് മുഖരിതമായി നിൽക്കുന്ന ഈശ്വരനാമങ്ങളാൽ ശക്തി ആർജിച്ച് വിഷ്ണുനാമത്താൽ പൂർണ്ണമായി നിൽക്കുന്ന പുണ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എന്താ പറയണേ, ഏകാദശി വ്രതം അങ്ങനെ നടത്തി ദ്വാദശിയുടെ അന്ന്
വിഷ്ണുക്ഷേത്രത്തിൽ പോയി വിഷ്ണുക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി പാരായണം മറ്റേ പാരണ വീടിയിട്ട് വിഷ്ണുക്ഷേത്ര ദർശനം പാരണ വീടി അവസാനിപ്പിക്കാം. പകലുറങ്ങാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരു നൊയമ്പാണ് ഏകാദശി വ്രതം. അതുപോലെ തന്നെ എപ്പോഴും വിഷ്ണുനാമത്താൽ, വിഷ്ണു ചിന്തകളാൽ, വിഷ്ണു സ്മരണകളാൽ, മനസ്സുകൊണ്ട് വിഷ്ണുനാമത്താൽ ഇരിക്കുന്ന ദിവസമാണെന്ന് പറയപ്പെടുന്നു. അപ്പം അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ഐശ്വര്യത്തിനായി, കുടുംബത്തിൻ്റെ ക്ഷേമത്തിനായി, ലോകത്തിൻ്റെ യോഗക്ഷേമത്തിനായി, നമ്മുടെ അഭിവൃദ്ധിക്കായി നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ വന്നിരിക്കുന്ന എല്ലാ പാപാംശങ്ങളും മാറി, ആ പാപങ്ങൾ മാറുമ്പോഴാണ്, അല്ലെങ്കിൽ പൂർവിക ദുരിതങ്ങൾ മാറുമ്പോഴാണ് പരമ്പര നന്നാവണേ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ഗംഭീരമായി നിൽക്കുന്ന അനുഗ്രഹങ്ങൾ നൽകാൻ പറ്റുന്നതുമായ ഒരു ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. അപ്പോൾ ആ ഗുരുവായൂർ ഏകാദശിയിലെ എല്ലാ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് മഹാവിഷ്ണുവിനായി നിൽക്കുന്ന ഭഗവാനെ പൂർണ്ണമായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമജപങ്ങൾ ജപിച്ച്, നാരായണീയം ജപിച്ച്, വിഷ്ണു സഹസ്രനാമം ജപിച്ച് സമ്പൂർണമായിട്ട്, അതായത് ശരിക്ക് വൃത്തിയായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് ഏറ്റവും കേമായ ഫലം, ഏറ്റവും വളരെ ഗംഭീരമായ ഫലം, നമ്മുടെ പരമ്പരയ്ക്ക് കിട്ടാൻ പറ്റുന്ന ഫലം അതാണ്. ഇപ്പം ഈ വിദേശത്തൊക്കെ ഉള്ളവർക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഫോട്ടോയുടെ മുമ്പിലോ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയുടെ മുമ്പിലോ പ്രതിമയുടെ മുമ്പിലോ ഒക്കെ പ്രാർത്ഥിച്ച് നാമം ജപിച്ച് പിറ്റേ ദിവസം തുളസി വെള്ളം കഴിച്ച് അത് എന്താ പറയണേ അവസാനിപ്പിക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ഏകാദശി വ്രതം എന്ന് പറയുന്നത് ജീവിതത്തിനകത്ത് ഒരുപാട് നന്മയും ഐശ്വര്യവും നൽകുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഏകാദശി വ്രതത്തിൽ എന്താ പറയണേ, ഈ അസുരനെ കൊന്ന ഭഗവതിയും കൂടിയാണ്. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മുൻപോട്ടുള്ള ലൈഫിൽ നമുക്ക് നഷ്ടങ്ങളുടെയും കഷ്ടത നിറയുന്ന ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമുക്കെതിരായി നിൽക്കുന്ന പ്രവർത്തനങ്ങളെ ഇല്ലാണ്ടാക്കാനും ഈ ഏകാദശി വ്രതം സാധിക്കുന്നു. അപ്പോൾ ഏകാദശി വ്രതം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗംഭീരം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഭഗവാന് തുളസിമാല ചാർത്തുക, തുളസിപ്പൂ കൊടുക്കുക, കദളിപ്പഴം കൊടുക്കുക, ത്രിമധുരം കൊടുക്കുക, അങ്ങനെയുള്ള വഴിപാടുകൾ കഴിക്കുക, നാമജപം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുക, ധാരാളം നാമം ജപിക്കുക. ഇതൊക്കെ ചെയ്ത് വളരെ നന്നായിട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അതിൻ്റേതായി നിൽക്കുന്ന പരമ്പരയ്ക്ക് വളരെ ഗംഭീരമായ അനുഗ്രഹവും മഹാത്മ്യവും ഐശ്വര്യവും ഉണ്ടാവുന്നതാണ്. പറ്റാവുന്ന ആൾക്കാരെല്ലാം ഏകാദശി വ്രതം എടുക്കണം. അത് അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്ത് പൂർത്തിയാക്കുകയാണെങ്കിൽ അത് വളരെ കേമത്താവും. നമസ്കാരം. ഗോവിന്ദൻ പുരി.